UDF കണക്ക് കൂട്ടിയതാണ് എക്സിറ്റ് പോളിൽ വന്നിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മുഖ്യമന്ത്രി ചർച്ച 4-ാം തീയതിക്ക് ശേഷം മാത്രം മതി. ഇലക്ഷൻ കമ്മീഷൻ 20,000 പേർക്ക് വോട്ട് നിഷേധിച്ചുവെന്നും ജനങ്ങളോട് ഇലക്ഷൻ കമ്മീഷൻ മാപ്പ് പറയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ വിഷയം പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാവാറാണ് സാധാരണ പതിവ്. UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റും എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടും നോക്കുമ്പോൾ രണ്ടും ഏതാണ്ട് തുല്യമാണ്. 4-ാം തീയതിയുള്ള റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഈ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരസ്യം നൽകുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ കേരളത്തിലെ 20,000-ഓളം ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടവകാശം നിഷേധിച്ചത് തികച്ചും തെറ്റാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാം.